ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രശസ്തമായ വെട്ടുകാട് ദേവാലയമാണ് തിരുവനന്തപുരത്ത്. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. വളരെ പഴക്കമുള്ളൊരു ദേവാലയമാണ്. നമുക്ക് അങ്ങോട്ട് കയറാം. ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നത്. ഇതുവഴി അങ്ങ് കാണുന്നത് താഴെ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ നോക്കി നടന്നു പോവാം. നടന്നു പോകുന്ന വഴിക്ക് രണ്ട് ഭാഗങ്ങളിലും ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചും അതിൻ്റെ അൾത്താരയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, അതിൻ്റെ അൾത്താരയിലെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതൊക്കെ കുറിച്ച് എഴുതി അതൊക്കെ മെൻഷനാക്കി വെച്ചിട്ടുണ്ട്. പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ നല്ല രസം, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ കാര്യങ്ങൾ. ചാപ്പലിലേക്കുള്ളൊരു വഴിയാണ്. നമുക്കിപ്പോൾ അതുവഴി കയറുന്നില്ല. നമ്മുടെ അടുത്തോട്ട് ഇരിഞ്ഞ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ നല്ല പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ചാപ്പലിലോട്ട് കയറാം. ഇവിടെ ഒരു പഴയ ചർച്ച് ബെല്ല് ഇരിപ്പുണ്ട്. പഴയ പള്ളിയുടെ നല്ല പഴയതാണെന്നു, നല്ല പഴമ കാണുന്നുണ്ട് ആ ബെല്ലിൽ. അത് കഴിഞ്ഞ് ഒരു അംശവടി ഇരിപ്പുണ്ട്. അംശവടിന്ന് എഴുതിയിരിക്കുന്നത് വലിയ അംശവടിയാണ്. നല്ല പൊക്കമൊക്കെ ഉണ്ട്. പിന്നെ അത് പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ എന്തോ ആണെന്നുള്ളത്. അൾത്താരയിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും തലപ്പാവൊക്കെ വെച്ചിട്ടുണ്ട്. അംശവടി മാത്രം മനസ്സിലായി, ഞാനത് കേട്ടിട്ടുണ്ട്. പല അംശവടി അത്രയും ഒന്നും. ഇത് ധൂപക്കിട്ടി പോയിക്കുന്ന, മറ്റേ കുന്തിരിക്കൊക്കെ ഇട്ട് പോയിക്കുന്ന ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ സ്പ്രിംഗ്ലർ, വെഞ്ചരിക്കാനൊക്കെ വരുമ്പം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ തളിക്കത്തില്ല, സ്പ്രിംഗ്ലറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് നല്ല പരിചയമുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് തൈലമാണെന്ന് തോന്നുന്നു. പീസ് ഓഫ് വെട്ടുകാട് ഓൾഡ് ചർച്ച്. അതെ, ഇപ്പോഴത്തെ വെട്ടുകാട് പള്ളി പുതുക്കി പണിതതാണ്. പഴയതിൻ്റെ ചില തിരുശേഷിപ്പുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതാണ്ട് ചർച്ചിനെ കുറിച്ചും തോമസ് ലീഹ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ചൊക്കെ നല്ല നീറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇതിൽ നിന്ന്. എന്തായാലും ഇവിടെ വന്നതൊരു നല്ല കുറേ കാര്യങ്ങൾ, പഴയ ചരിത്രത്തിൻ്റെ കുറേ ചരിത്ര താളുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. വെട്ടുകാട് പള്ളിയുടെ വിശ്വാസ ചരിത്രത്തിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസ് 14,000 വർഷത്തിന് വരുന്നതിന് മുമ്പേ ഇവിടെ ക്രിസ്തീയ വിശ്വാസം ഉണ്ടായിരുന്നെന്നും അതിനെക്കുറിച്ചും പഴയ പള്ളിയുടെ
കണ്ടോ, ഇതായിരുന്നു പഴയ പള്ളി. ആ പള്ളി പുതുക്കി പണിതാണ് ഇപ്പോഴത്തെ പള്ളി ഇരിക്കുന്നത്. പഴയ പള്ളി ഒരു യൂറോപ്യൻ ഒരു പഴമയുടെ ഒരു ഇതായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അതിന് നമുക്ക് ചാപ്പലിലോട്ട് കയറാം. ചാപ്പലിലോട്ട് നമ്മൾ കയറി. നല്ല സൈലൻ്റാണ്, നല്ല ഒരു ബഹളവും ഇല്ല. എല്ലാവരും മാത്രം 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. സംസാരിക്കാൻ പാടില്ല, എല്ലാവരും പ്രാർത്ഥനയിലാണ്. വീണ്ടും നമ്മൾ ചാപ്പലിലെ വെളിയിൽ ഇറങ്ങി കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത് കാനായിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച്. അത് നല്ലൊരു മനോഹരമായ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട് അത് കാണാൻ. ഇനി ബൈബിളിലെ വേറൊരു കഥയാണ്. മോസസ് ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ചതിനെ കുറിച്ച് നല്ല മനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ഈജിപ്തുകാർ ആക്രമിക്കാൻ വന്നപ്പം യഹൂദന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടൽ 2ആയിട്ട് വിഭജിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. നല്ല മനോഹരമായിട്ട്, നല്ല ഡിവൈഡിങ് ഓഫ് ദ റെഡ് സീ നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബൈബിള് പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ബൈബിള് നിരത്തി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പല പല ഇന്ത്യൻ ഭാഷകളിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അകത്തെ കാഴ്ചകളെ കണ്ട് ഇപ്പോൾ നമ്മൾ വെളിയിലോട്ട് വരികയാണ്. വെളിയിൽ ക്രിസ്തുരാജൻ്റെ തിരുരൂപമുണ്ട്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും. പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ്. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ്. പഴയ പള്ളി പുതുക്കി പണിഞ്ഞെങ്കിലും ക്രിസ്തുരാജൻ്റെ തിരുരൂപം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കടൽ തീരത്തിൻ്റെ അടുത്താണ് ഈ പള്ളി. ഞാൻ നടന്നിപ്പോൾ കടൽ തീരത്തോട്ട് പോവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.